ദീപ. യെസ് മാഡം. ആർക്കാ മോളെ ഈ കോഫി? മുതലാളിക്കാണ് മാഡം. ഇങ്ങത്തെ ഞാൻ കൊടുക്കാം. വേറെ ജോലി ഉണ്ടെങ്കിൽ നോക്കിയോ. ഓക്കെ മാഡം. ദാ കോഫി. അതെ. എന്താ? ഒന്നുമില്ല, വിട്ടേക്ക്. ഇന്ന് എന്റെ ബർത്ത്ഡേയാ. ഒന്ന് വിഷ് ചെയ്യാനുള്ള മര്യാദ പോലും ഇല്ലല്ലോ. എന്താന്ന് വെച്ചാ പറ. അത് ഈ സാരി എങ്ങനെയുണ്ട്? ഇത് ഞാനെടുത്ത് തന്നല്ലേ, മോശമാവോ? എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇതിന്? അങ്ങനെയല്ല, ആദ്യമായിട്ടല്ലേ സാരി ഉടുക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. വളരെ നന്നായിട്ടുണ്ട് ദമയന്തി, സത്യമായിട്ട് ഒരു കുഴപ്പമില്ല. അത് മാത്രമല്ല, ഇന്ന് വേറൊരു വിശേഷം കൂടിയുണ്ട്. നിങ്ങളത് മറന്നുപോയെന്ന് തോന്നുന്നു. മറന്നെങ്കിൽ നീ ഓർമ്മിപ്പിക്കേ. അയ്യോ, അത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സന്തോഷാവും. പറഞ്ഞോ. ഹലോ, തൃശൂൽ. ശിവാനി മാഡം ഉണ്ടോ? ശിവാനി ബിസിയാണ്. എന്താ കാര്യം? അതെന്താ അങ്ങനെ? ഞാൻ വിളിക്കുമ്പോ മാത്രം ബിസി. അവര് ശരിക്കും ബിസി തന്നെയാണോ അതോ എന്നോട് നുണ പറയുന്നതാണോ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ശിവാനി ബിസിയാണ്. അവര് ദിവസം മുഴുവൻ ബിസി ആയിരിക്കോ? എനിക്ക് അവരെ ഒന്ന് മീറ്റ് ചെയ്യണം. തൃശൂൽ, ഞാൻ എത്ര വട്ടം പറഞ്ഞു ശിവാനി ബിസിയാണെന്ന്. ഫ്രീ ആവുമ്പോ തിരിച്ചു വിളിക്കാൻ പറയാം. എപ്പോഴും ഇങ്ങനെ കോൾ ചെയ്ത് ഞങ്ങളെ ശല്യം ചെയ്യരുത്. ബൈ. നീ പതുക്കെ അകത്തേക്ക് പോയിക്കോ, ഞാൻ വന്നേക്കാം. ഹായ് അങ്കിൾ. നമസ്തേ. നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. മോൾക്ക് സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു അങ്കിൾ. അല്ല, മോളെന്താ ഇവിടെ? അത് എന്റെ ഫ്രണ്ടിന് നല്ല സുഖമില്ല, അപ്പൊ ഒന്ന് ഡോക്ടറെ കാണാന്ന് വെച്ച് വന്നതാ. ആണോ? എന്നാ ശരി, പിന്നെ കാണാം. അല്ല അങ്കിൾ എന്താ ഇവിടെ? അതൊരു പരിചയക്കാരനകത്തുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നതാ. ഹലോ നന്ദിച്ച. മുതലാളി, ഞാൻ സാംബശിവന്റെ ഹോസ്പിറ്റലിനടുത്താ. വെരി ഗുഡ്. അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. കണ്ട അവനെ ഫോളോ ചെയ്യണം. അവനൊരു കാരണവശാലും മിസ്സാവരുത്. അവൻ അകത്ത് തന്നെ ഉണ്ട് മുതലാളി, ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ നീ അവനെ ഫോളോ ചെയ്യുന്ന കാര്യം എന്തു വന്നാലും അവൻ അറിയാൻ പാടില്ല. ശരി മുതലാളി. ബി കെയർഫുൾ. അതെ, രഘു, ഇന്നലെ ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കിയില്ലേ? എന്താ അയാളുടെ കാര്യം? അവര് ബെറ്റർ ആയി വരുന്നു സർ. അങ്ങനെയാണല്ലേ? ഓക്കെ, ഗുഡ്. എക്സ്ക്യൂസ് മീ സർ. സർ, ഗുഡ് മോർണിംഗ്. നിങ്ങള്? സർ, ഞാൻ ഇന്നലെ അമ്പലത്തിന്റെ അടുത്ത് വെച്ച് കണ്ടിരുന്നു. സാർ തന്നെ എനിക്കിവിടെ ജോലി എന്ന്. അത് മനസ്സിലായി. നിങ്ങൾ ഇവിടെ? സാർ ഇന്നിവിടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ. അതിന്റെ കൂടെ എന്തോ എക്സാമും കൂടെ എഴുതാൻ പറഞ്ഞിരുന്നില്ലേ സർ? എല്ലാ ഫോർമാലിറ്റീസും ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹെഡ് നഴ്സ് മാഡവും ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിയതാ. ഓക്കെ ഓക്കെ. നിങ്ങളൊരു കാര്യം ചെയ്യും, ചേംബറിൽ പോയിട്ട് എന്റെ ഏപ്രൺ എടുത്തിട്ട് വാ. റൗണ്ട്സിന് പോകണം. ഓക്കെ സർ.
എക്സ്ക്യൂസ് മീ മാം, സാറിന് ഏപ്രോൺ വേണമെന്ന്. എവിടെയുള്ളത്? ഏപ്രോൺ എവിടെയിരിക്കുന്നെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതല്ല, അദ്ദേഹത്തിന് ഫ്രഷ് ഏപ്രോൺ വേണമെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. അവിടെ ഹൗസ് കീപ്പേഴ്സ് ഉണ്ട്, അവരോട് പോയി ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഇത്രയും വലിയൊരു വീട്, എവിടെ നോക്കിയാലും ആളും ഉണ്ട്. പക്ഷെ എന്താ പ്രയോജനം? ഭർത്താവിന് ഭാര്യയുടെ ബർത്ത്ഡേ പോലും ഓർമ്മയില്ല. എന്റെ തലയിലെടുത്തെന്നല്ലാതെ എന്താ പറയാ? ചേച്ചി, എന്താ ഇഞ്ചി എന്ന കൊരങ്ങനെ പോലെ നിൽക്കുന്നത്? ചേച്ചിയുടെ കണ്ണ് കണ്ടിട്ട് എന്തോ മിസ്സിംഗ് ഉണ്ട്. എന്ത് പറ്റി? എന്താടാ നീയും മറന്നുപോയോ ഇന്നത്തെ വിശേഷം? ഇന്നത്തെ വിശേഷം ഓർമ്മ വരുന്നില്ലല്ലോ. എന്താ ചേച്ചി? നീ എന്റെ ഒരേ ഒരു കൂടെപ്പിറപ്പല്ലേടാ. നിനക്ക് പോലും ഓർമ്മയില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനോ? ഇന്നും എന്റെ പിറന്നാളാ. അയ്യോ, ശരിയാണല്ല. അയ്യോ ചേച്ചി, സത്യമായിട്ട് മറന്നുപോയതാ. അല്ല, ചേച്ചിക്കെങ്കിലും ഓർമ്മിപ്പിക്കാറുന്നില്ലേ? നമുക്കിത് സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. നിക്ക്, ഞാൻ പോയി എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യട്ടെ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ടടാ. നിന്റെ അളിയനാണെങ്കിൽ എന്നെ ഒന്ന് നോക്കാൻ പോലും നേരമില്ലാതെ പരക്കം പാഞ്ഞ് നടക്കുക. എന്റെ മക്കളും ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒരെണ്ണത്തിനെയും കണ്ടില്ല. എന്റേത് എന്തൊരവസ്ഥയൊന്ന് നോക്കിയേ. ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മനസ്സിന് യാതൊരു സന്തോഷവും ഇല്ലല്ലോടാ. ആരാ? എന്തോന്നാ ഇത്? വിട്ടേ, ആരാന്ന് പറ. ശ്ശേ. അമ്മ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ സർപ്രൈസ്? ഞങ്ങൾക്കിതൊന്നും ഓർമ്മയില്ലെന്ന് വിചാരിച്ചില്ലേ? എന്റെ പൊന്നു മക്കളാ നിങ്ങള്. ചേച്ചി, ഇങ്ങനെ ഒന്ന് സമയം കളയാതെ ഈ കേക്ക് അങ്ങ് കട്ട് ചെയ്യേ. എന്തു പറ്റി അമ്മ? അമ്മയ്ക്ക് എന്തൊരു സന്തോഷമില്ലാത്ത? അല്ല, നിങ്ങളെല്ലാവരും എന്നെ വിഷ് ചെയ്തു. പക്ഷെ നിങ്ങളുടെ അച്ഛൻ മാത്രം എന്നെ വിഷ് ചെയ്തിട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ മൈ വൈഫ്. ലെറ്റ്സ് സെലിബ്രേറ്റ്. കം ഓൺ, കേക്ക് കട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെന്റെ പ്രിയപ്പെട്ട ശ്രീമതിക്ക്. വാവ് അമ്മ, ഡാഡി എന്ത് ഗിഫ്റ്റ് തന്നെ നോക്കട്ടെ, ഒന്ന് ഓപ്പൺ ചെയ്ത്. അയ്യോ, ഇതോ? മെനിങ്ങാതെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോ എനിക്ക് ഇഷ്ടമായ മാല ഇത്. കൊള്ളത്തില്ല, വേണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞത്? നിനക്കൊരു അടിപൊളി സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അന്ന് തന്നെ വാങ്ങിച്ചു വെച്ചാ. താങ്ക് യു ഡിയർ. ഇനി എന്താണോ വേണ്ടത് എനിക്ക്? ഒരു പ്രോമിസ് മാത്രം മതി. എന്നെ കൊണ്ടാവുന്ന പ്രോമിസ് ആണെങ്കിൽ ഞാൻ ചെയ്യാം, പക്ഷെ നടക്കാത്താണെ പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നതായതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. എന്താ? ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയും പോവരുത്, എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അത്രയല്ലേ ഉള്ളൂ? പ്രോമിസ്. ഇനി എനിക്കൊരു പ്രോമിസ്. നിനക്ക് എന്താടാ? ഡാഡിയും മമ്മിയും കൂടി ഇപ്പൊ ഒരു ഡാൻസ് കളിക്കണം.
ആരോ അകത്ത് കയറി ലക്ഷണമുണ്ടല്ലോ. ആരാ അകത്തുള്ളത്? ഹലോ, ഒരു ഫോൺ അടിച്ചിരുന്നല്ലോ. ആരാ? ഇതാരുടെ ഫോണാ? ആരുടെ ഈ ഫോൺ? എക്സ്ക്യൂസ് മീ സർ. കം ഇൻ. സർ, സാറിനെ കാണാൻ ആരോ വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരാൻ പറ. ശരി സർ. എന്താ മോളെ, എന്തായി നോക്കുന്നത്? സർ, അത് എന്റെ മൊബൈലാ. എന്താ ഇത്? നിന്റെ മൊബൈലാ? പക്ഷെ ഇതെങ്ങനെ അകത്തു വന്നു? സർ, അത് ഞാൻ ക്ലീൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ വെച്ച് മറന്നിട്ട് പോയതാ. ഓ, ഓക്കെ ഓക്കെ. അത് ശരി, ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മൊബൈല് നിനക്ക് എവിടെ നിന്ന് കിട്ടി? സർ, അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. ഗിഫ്റ്റോ? അതെന്റെ ബ്രദർ ദുബായിലാ വർക്ക് ചെയ്യുന്നത്. എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാ അത്. ഹലോ, പറയൂ. നമസ്കാരം. നമസ്കാരം. ആരാ നിങ്ങൾ? ഗുരുക്കള് പറഞ്ഞു വിട്ടതാ. ഗുരുക്കളോ? പറയൂ, ഗുരുക്കൾ എന്താ പറഞ്ഞത്? ഇന്നു കൃത്യം രാഹുകാല സമയത്ത് നീലിമലക്കാട്ടിലുള്ള ആൽമര ചുവട്ടിൽ നിങ്ങളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, ആ വസ്തു നൽകാൻ വേണ്ടി. അതെയോ? ശരി, വരാം. നോക്ക്, രാഹുകാലത്ത് നിങ്ങൾ എന്തായാലും അവിടെ ഉണ്ടായിരിക്കണം. ഓർമ്മ വെച്ചോ, 12 മണിക്ക് ഗുരു നിങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കും. നിങ്ങളുടെ വണ്ടി വഴിയിൽ നിർത്തി കാട്ടിലേക്ക് നടന്നു വേണം വരാൻ. കുറച്ചു ദൂരം വന്നാൽ അവിടെ ഒരു കിടങ്ങ് കാണാം. നിങ്ങൾ അവിടെ നിന്നാൽ മതി. ഞങ്ങൾ അവിടെ വന്ന് ഗുരു നിൽക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഗുരു തന്നെ നിങ്ങളോട് പറയും. ശരി, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വന്നേക്കാം. സമയം കൃത്യമായിരിക്കണം. ഒരു കാരണവശാലും സമയം പാഴാക്കരുതെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. രാഹുകാലത്ത് നടക്കേണ്ട കാര്യങ്ങൾ നടക്കണം. എങ്കിൽ മാത്രമേ ആ വസ്തു സുരക്ഷിതമായി നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുകയുള്ളൂ. ഓർമ്മയുണ്ടാകണം. തീർച്ചയായും ഞാൻ മിസ് ചെയ്യില്ല, ഉറപ്പായിട്ടും വരും. ആയിക്കോട്ടെ, ശരി. രാഹുകാലത്ത് ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ
അതേതോ ദുർമന്ത്രവാദത്തിന് വേണ്ടി തന്നെയാവണം. അതും എന്തോ സാധനം എന്നൊക്കെ പറയുമ്പോ അതെന്തായിരിക്കും? മാന്ത്രിക ശക്തിയുള്ള ഒരാൾ രാഹുകാലം നോക്കി എന്തോ കൈമാറണമെന്നുണ്ടെങ്കിൽ അത് നാഗമാണിക്യം തന്നെയായിരിക്കും. ആ അതെ, തീർച്ചയായും അത് തന്നെയായിരിക്കും. ഇന്നിവിടെ നല്ല തിരക്കുള്ള ദിവസമാ. ഞാൻ പുറത്തേക്കൊന്ന് പോവാ. നീ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ? യെസ്. നീലി, ശിവാനി, ഞാൻ എല്ലാം കേട്ടിട്ടുണ്ട്. അവരെന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോവാ. അയാളെ നമ്മൾ പിന്തുടർന്നേ മതിയാകൂ. ഇന്ന് എന്തായാലും നാഗമാണിക്യം ലഭിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വാ. ഇവനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇനി എന്താ ചെയ്യാ നീലി? എന്നെ ഈ വേഷത്തിലെങ്ങാനും കണ്ട അവന് പിന്നെ സംശയമാവും. ഹായ് മാഡം. എന്താ ഇത്? അല്ല മാഡം എന്താ ഇവിടെ?